അപ്പോൾ അമ്പലത്തിൽ പോയപ്പോൾ തൊട്ടടുത്തുള്ള അമ്പലമാണ്. അപ്പോൾ അവിടെ എനിക്ക് പ്രസാദം തന്ന പയ്യൻ എനിക്കെന്നെ ഓർമ്മയുണ്ട്. അവൻ കോളേജിൽ ജൂനിയർ ആയിരുന്നു. അവൻ SFI ആയിരുന്നു. ഭയങ്കര തീപ്പൊരി. അവൻ കൊടുത്ത ഒരു രൂപയുടെ കോയിൻ കണ്ടക്ടർ വലിച്ചെറിഞ്ഞു ബസ്സിൽ. അന്ന് അവൻ ഷൗട്ട് ചെയ്യുന്ന എനിക്ക് ഓർമ്മയുണ്ട് കണ്ടക്ടറോട്. തീപ്പൊരി ആയിട്ടുള്ള ഏത്തിസ്റ്റും കമ്മ്യൂണിസ്റ്റുമാണ്. ആഫ്റ്റർ 10 വർഷം അല്ലെങ്കിൽ 15 വർഷം അവനാണ് എനിക്ക് താടി വെച്ചിട്ട് പ്രസാദം തരുന്നത്. ഞാൻ എടാ നീയാ എന്ന് പറയുന്നതാണ്. അപ്പോൾ രസമല്ലേ, ബിസിനസ് അല്ലേ. അപ്പോൾ അതാണ് ഒരു ഏത്തിസ്റ്റ് നമ്പൂതിരി ഗതികേട് കൊണ്ട് പൂജാരിയെ മാറിയാൽ എന്തുണ്ടാവും എന്നുള്ളതാണ് ഫസ്റ്റ് തോട്ട്. സർവമായ എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് തോട്ട് ഒന്ന് പറയൂ. ഫസ്റ്റ് ഈ എന്നോട് ഫഹദ് പറഞ്ഞു പാച്ചു ഷൂട്ടിംഗ് ഇനി നടക്കാൻ സാധ്യതയില്ല. കാരണം അന്ന് കോവിഡ് വന്ന് തുറന്ന സമയമാണ്. കുറുപ്പ് എന്നുള്ള സിനിമ റിലീസ് ചെയ്തിട്ട് പകുതി സീറ്റ് തുറന്നു വെച്ച് ആ സമയത്ത് മറ്റാണ് ഫഹദ് പറഞ്ഞത് പാച്ചു ഇങ്ങനെ ഗോവയും ബോംബെയും ട്രെയിനും വലിയ സിനിമയാണ്, അത് ഇല്ലാതെ ചെറിയ സിനിമ ചെയ്യാം എന്ന് പറഞ്ഞപ്പോഴാണ് ചിന്തിക്കുന്നത് ഒരു ചെറിയ സിനിമ ചെയ്യാൻ. എനിക്ക് എപ്പോഴും വലിയ സിനിമ ചെയ്യുന്ന ഒരു സ്കെയിൽഡ് അപ്പ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് മാറ്റിയിട്ട് ആ സമയത്താണ് അമ്മ എന്നോട് അമ്പലത്തിൽ പോകാൻ പറഞ്ഞത്. അപ്പോൾ അമ്പലത്തിൽ പോയപ്പോൾ തൊട്ടടുത്തുള്ള അമ്പലമാണ്. അപ്പോൾ അവിടെ എനിക്ക് പ്രസാദം തന്ന പയ്യൻ എനിക്കെന്നെ ഓർമ്മയുണ്ട്. അവൻ കോളേജിൽ ജൂനിയർ ആയിരുന്നു. അവൻ SFI ആയിരുന്നു. ഭയങ്കര തീപ്പൊരി. അവൻ കൊടുത്ത ഒരു രൂപയുടെ കോയിൻ കണ്ടക്ടർ വലിച്ചെറിഞ്ഞു ബസ്സിൽ. അന്ന് അവൻ ഷൗട്ട് ചെയ്യുന്ന എനിക്ക് ഓർമ്മയുണ്ട് കണ്ടക്ടറോട്. തീപ്പൊരി ആയിട്ടുള്ള ഏത്തിസ്റ്റും കമ്മ്യൂണിസ്റ്റുമാണ്. ആഫ്റ്റർ 10 വർഷം അല്ലെങ്കിൽ 15 വർഷം അവനാണ് എനിക്ക് താടി വെച്ചിട്ട് പ്രസാദം തരുന്നത്. ഞാൻ എടാ നീയാ എന്ന് പറയുന്നതാണ്. അപ്പോൾ രസമല്ലേ, ബിസിനസ് അല്ലേ. അപ്പോൾ അതാണ് ഒരു ഏത്തിസ്റ്റ് നമ്പൂതിരി ഗതികേട് കൊണ്ട് പൂജാരിയെ മാറിയാൽ എന്തുണ്ടാവും എന്നുള്ളതാണ് ഫസ്റ്റ് തോട്ട്. പിന്നെ നീലവെളിച്ചം എന്നുള്ള കഥ ഇഷ്ടമാണ്. അതാണ് ഇപ്പോൾ ഈ പറയുന്ന വിസ്മയത്തുമ്പത്തായാലും എല്ലാത്തിൻ്റെയും ഒറിജിൻ നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു ഫ്രഞ്ച് നോവലുണ്ട്. അതൊക്കെ ശരിക്കും ഒരു ക്യൂട്ട് ഗോസ്റ്റ് മീറ്റ്സ് എ സ്ട്രഗ്ലിംഗ് ഹീറോ എന്നുള്ളൊരു കോമൺ പാറ്റേൺ ഉണ്ട്. അത് പല സിനിമകളിലുണ്ട്. അപ്പോൾ എന്താ പറയുക, ആക്ഷൻ പടം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു ജോണറാണത്. അപ്പോൾ അതൊന്ന് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ പ്രേതം വേണം, പ്രേതം വന്നാൽ കൊള്ളാൻ തോന്നി. ആ പ്രേതം നമ്മളെപ്പോലെ ആയാലോ എന്നാണ്. ഞാൻ പ്രേതമാണെങ്കിൽ എനിക്ക് വേറെ പ്രേതത്തിനെ പേടിയായിരിക്കും. അല്ലെങ്കിൽ നമ്മളെ ആണ് റെഫറൻസ് മോഡൽ. അപ്പോൾ ഒരു അച്ഛന് രാത്രി പേടിയാണ്. അച്ഛന് പേടിയാണ്. രാത്രി ഒറ്റയ്ക്ക് ഗേറ്റ് ഒന്നും അടയ്ക്കാൻ പോവില്ല പേടിച്ചിട്ട്. അപ്പോൾ അതിൽ നിന്നാണ് അതുണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയതപ്പോൾ ഒരു ഏത്തിസ്റ്റ് നമ്പൂതിരി മീറ്റ്സ് എ ഗോസ്റ്റ്. അതിനൊരു അച്ചായത്തി ജെൻസി ഗോസ്റ്റ് ആക്കാം. ഒരു ഇല്ലത്തിനകത്ത് ഒരു ക്രിസ്ത്യാനി ജെൻസി ഗോസ്റ്റ് വിത്ത് നമ്പൂതിരി. അപ്പോൾ അത് വീണ്ടും പൊലിഞ്ഞു. പിന്നെ വളരെ പെട്ടെന്ന് കിട്ടിയതാണ് ക്ലൈമാക്സ് ആക്ച്വലി എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ മകളുടെ ഡെത്താണ്. ആ കുട്ടിയുടെ എക്സാക്ട് ഡെത്താണ് നമ്മൾ കാണുന്ന ഹോസ്പിറ്റൽ സീൻ. അതെനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റി. അത് വന്നതും പിന്നെ സർവമായ ഉണ്ടായി. പിന്നെ എനിക്ക് സംശയമില്ല ഈ സിനിമ ചെയ്യണം എന്നുള്ള ചിന്ത വരാണ്. അങ്ങനെയാണ് ഞാൻ നിവിനെ വിളിച്ച ഓർമ്മയുണ്ട്. നിവിനെ ഞാൻ കോവിഡ് സമയത്ത് വിളിച്ച ഓർമ്മയുണ്ട്. ഇങ്ങനെ ഒരു ത്രെഡ് ഉണ്ട്. അപ്പോൾ അത് 2021 മറ്റോ ആണ്. പിന്നെ നമ്മളത് വിട്ടു. പിന്നെ പാച്ചു റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നോട് അൽത്താഫ് പറയാണ് നിവിനെ ഈ അടുത്ത് കണ്ടു, ഇത് 2023 അപ്പം നിവിൻ പറഞ്ഞു അഖിലൊരു കഥ പറഞ്ഞിട്ടുണ്ട് പണ്ട്, രസമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഉടനെ ഞാൻ നിവിനെ വിളിക്കുകയാണ്, നമുക്കത് ചെയ്താലോ എന്നുള്ളതാണ്. അങ്ങനെയാണത് ഉണ്ടാവുന്നത്. എനിക്ക് ശരിക്കും എന്ത് റോള് തരാനായിരുന്നു? എന്നെ വിളിച്ചാട്ടോ അഭിനയിക്കാൻ. വയറിന് സുഖമില്ലാത്തോണ്ട് പോകണം. എന്തായിരുന്നു അത്? എനിക്കത് അതിലുള്ളൊരു പല പൂജകളിൽ ഒരു വയറിന് സുഖമില്ലാണ്ട് നന്നായി പൂജ നമ്പൂരിയായിട്ട് തോന്നുന്നുണ്ട് എന്നെ. നമ്പൂരി ആ ഭാഷയും ആ ഐശ്വര്യവും. ശരി